നേരത്തെ പൃഥ്വിരാജ് സംസാരിച്ചുകൊണ്ടിരുന്ന പോലെ ശബരിമല തീർത്ഥാടനം ഒരു 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 തീർത്ഥാടന ഒരു ഭക്തനെ ഒരു സാധാരണ ജീവിതത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുകയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ശബരിമല തീർത്ഥാടനത്തിന്. ഒരു പക്ഷെങ്കിൽ വ്രതം തോറ്റ് ഇരുമുടി നിറച്ച് എത്തുന്ന ഭക്തരാരും തന്നെ അതിൻ്റെ ആന്തരിക അർത്ഥങ്ങളിലേക്ക് ഒരു പരിധിവരെ ഇറങ്ങി ചെല്ലുന്നില്ല എന്ന് പറയും. അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം പൂർത്തിയാക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആധ്യാത്മികതയുടെ മറ്റൊരു തലമുണ്ട് ശബരിമല തീർത്ഥാടനത്തെ സംബന്ധിച്ച്. ആ തലം കൂടി ഒന്ന് വ്യക്തമാക്കാം. പറഞ്ഞത് ശരിയാണ്. വളരെ അധികം ഭക്തർ എത്തുന്നുണ്ടെങ്കിലും അവർ ഈ ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിലും എന്താണ് ഈ ആചാരം, എന്തിനു വേണ്ടിയാണ് ഈ ആചാരം, എന്താണ് ഞാൻ ചെയ്യുന്നത് എന്ന പൂർണ്ണമായ അർത്ഥം ഗ്രഹിച്ച് അത് ചെയ്യുന്നത് വളരെ കുറച്ച് പേർ മാത്രമാണ്. അത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഗുരുഭൂതൻ്റെ ഉപദേശപ്രകാരം വരുന്ന ഒരു ഗുരുവിനോടൊപ്പം വരുന്ന ശിഷ്യസഞ്ചയം ആ ചെയ്യുന്ന ആചാരങ്ങളിൽ ആ ഗുരു അവന് പറഞ്ഞു കൊടുക്കും. പക്ഷേ നമ്മുടെ സാധാരണ ഇപ്പോൾ കാണുന്നത് കെട്ടുനിറച്ച് വരുന്ന പല ഭക്തരും ഈ ആചാരങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് എന്തിനു വേണ്ടിയാണ്, എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ശരിയായ ശബരിമല തീർത്ഥാടനത്തിൻ്റെ പാത അത് ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് 4 പാതകളിലൂടെയാണ് ശബരിമല തീർത്ഥാടനം നടത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എരുമേലിയിൽ നിന്ന് തുടങ്ങുന്ന പെരിയ പാത എന്ന് കേൾവി കേട്ട ആ പാതയാണ്. അത് എരുമേലിയിൽ നിന്ന് കോട്ടപ്പടി, അഴുത, കല്ലിടാംകുന്ന്, അത് കടന്ന് കരിമലക്കോട്ട താണ്ടി വലിയാനവട്ടവും ചെറിയാനവട്ടവും കടന്ന് പമ്പയിലെത്തി. പമ്പയിൽ നിന്നും നീലിമലയിൽ കയറി അപ്പാച്ചിമേട്ട്, ശബരിപീഠം, അതുപോലെ ശരംകുത്തിയിലെത്തി. ശരംകുത്തിയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്തുന്ന ആ പ്രധാന പാതയിൽ വളരെയധികം ആചാരങ്ങളുണ്ട്. ആ പാതയ്ക്കു തന്നെ പ്രത്യേകതയുണ്ട്. മൂലാധാരത്തിൽ നിന്ന് സഹസ്രാരത്തിലേക്ക് എങ്ങനെയാണോ യോഗവിദ്യയിലൂടെ ഒരു ഉത്തമനായ യോഗി കുണ്ടലിനി ശക്തിയെ ഉണർത്തി തൻ്റെ സഹസ്രാരത്തിലെത്തി ബിന്ദുവിലേക്ക് ആ യോഗ കുണ്ടലിനിയെ ഉണർത്തി ലയിപ്പിക്കുന്നത്, അത്തരത്തിൽ വളരെയധികം പ്രാധാന്യമേകുന്നതാണ് ഈ ശബരിമലയിലേക്കുള്ള പെരിയ പാത വഴിയുള്ള ആ തീർത്ഥാടനം. ആദ്യമായി നമ്മൾ എരുമേലിയിലെത്തുമ്പോൾ എരുമേലിയിലെ പേട്ട ശാസ്താവിനെ വണങ്ങി പേട്ട കെട്ടുന്നതാണ് അവിടുത്തെ പ്രധാന ആചാരം. ആ പേട്ട തുള്ളലിലൂടെയാണ് അവിടുത്തെ നമ്മൾ ചടങ്ങുകൾ, ശബരിമല യാത്രയുടെ യാത്രാ ചടങ്ങുകളിലെ പ്രധാന കേന്ദ്രത്തിലേക്ക് കടക്കുന്നത്. ആ മൂലാധാരത്തിൻ്റെ സ്ഥാനമായ ആ കോട്ടപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ സ്ഥലങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചിട്ടാണ്. നമ്മൾ വാനപ്രസ്ഥത്തിന് പോയ ആളുകൾ ഉപേക്ഷിച്ച് സന്യാസത്തിന് പോകുന്നവർ ജീവിതത്തിലെ പല കർമ്മങ്ങളും ധർമ്മങ്ങളും തൻ്റെ കെട്ടുപാടുകളുമൊക്കെ ഉപേക്ഷിച്ച് പോകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ പലതും ഉപേക്ഷിച്ചാണ് പോകുന്നത്. ഈഗോയെ ഉപേക്ഷിക്കാനായിട്ട് മേല് മുഴുവൻ ചായം വാരി പൂശി ആനന്ദ നൃത്തമാടി താളത്തിനൊത്തു തുള്ളി വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലാതെ ഭേദചിന്തയില്ലാതെ മനസ്സിനെ മുഴുവൻ ആനന്ദ നൃത്തത്തിൽ ആറാടിച്ച എരുമേലിയിൽ എങ്ങനെയാണോ മഹിഷീമർദ്ദനം കഴിഞ്ഞ് ഈ ദുഷ്ടരുടെ അടിമത്വത്തിൽ ആണ്ടുപോയ ഒരു ജനതതി മുഴുവൻ തങ്ങളുടെ അടിച്ചമർത്തപ്പെട്ട ആ സന്തോഷത്തെ പങ്കുവെക്കുവാൻ സ്വയം മറന്ന് ആഹ്ലാദ നൃത്തമാടിയത്, അതിന് ചായം വാരിപ്പൂശി നമ്മുടെ ദേഹബോധത്തെ ഉപേക്ഷിക്കുകയാണ്. ശരീരബോധമാകുന്ന ആ ദേഹാഭിമാനത്തെ എന്ന് വേണം പറയാൻ. ആ ദേഹാഭിമാനം ഉപേക്ഷിച്ചിട്ടാണ് അവിടെ നമ്മൾ പേട്ട കെട്ടുന്നത്. ആ പേട്ട കെട്ടി ആസുരികതയെ, ആ അടിച്ചമർത്തപ്പെട്ട ഒരാളിൻ്റെ കീഴിൽ ഇത് ചെയ്താൽ എന്തുകൊണ്ട് ഞാൻ എന്ത് വിചാരിക്കുമെന്ന തരത്തിലേക്ക് നമ്മുടെ ആ ഈഗോ നമ്മളെ അടിച്ചമർത്തി പലതിനെയും നിയന്ത്രണത്തിൽ വെച്ചിരിക്കുകയാണ്. ഈ ഈഗോയെയാണ് നാം ഉപേക്ഷിച്ചിട്ട് അടുത്ത തലത്തിലേക്ക്, അടുത്ത കോട്ട കടന്നു പോകുന്നത്. അങ്ങനെ ഈ കോട്ടയാറും കടന്നാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. ആ 6ാമത്തെ കോട്ടയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശബരിപീഠം. അതും കഴിഞ്ഞ് 7ാമത്തെ കോട്ടയ്ക്ക് പലപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ പല ജപങ്ങളിലും സഹസ്രാര പത്മം എന്ന് പറയുന്ന ആ തലത്തിലേക്ക്, ആ സഹസ്രാര പത്മമാകുന്ന 18ാം പടിയാണ് കടക്കുന്നത്. ആ സഹസ്രാര പത്മവും കടന്ന് ബിന്ദുവിലേക്കാണ് നമ്മുടെ ചൈതന്യത്തെ, നമ്മുടെ ബോധ ചൈതന്യത്തെ, നമ്മുടെ ജീവചൈതന്യത്തെ യോഗികൾ എങ്ങനെയാണോ കുണ്ടലിനിയെ ഉയർത്തി ഈ ശരീരത്തിലെ 6 ചക്രങ്ങളും ഭേദിച്ച് സഹസ്രാര പത്മവും കടന്ന് ബിന്ദുവിൽ ലയിപ്പിച്ച് മോക്ഷപ്രാപ്തി നേടുന്നത്, അതേപോലെ തന്നെ ആ മോക്ഷപ്രാപ്തിയിലേക്ക് നമ്മൾ പടി കടന്ന് നമ്മുടെ ശരീരത്തെ തന്നെ, ആ ശരീരമാകുന്ന ആ ഒരു രൂപത്തെ തന്നെ കുണ്ടലിനിയാക്കിക്കൊണ്ട് ഈ
ഈ ചക്രങ്ങളെല്ലാം കടന്ന് ഭഗവാനിലേക്ക് നമ്മുടെ ആത്മബോധമാകുന്ന നെയ്യിനെയാണ് അഭിഷേകം ചെയ്യുന്നത്. ശരീരബോധമാകുന്ന നാളികേരത്തെ അഗ്നിയിലേക്ക് സമർപ്പിക്കുകയാണ്. അങ്ങനെ മോക്ഷപ്രാപ്തി നമ്മളെ ഒരു ചടങ്ങ് രൂപത്തിൽ നമ്മുടെ ശരീരത്തെ പരിവർത്തനം ചെയ്യുന്ന ചടങ്ങ് അങ്ങനെ ആചാര രൂപത്തിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്.